നമസ്കാരം, ഞാൻ ഡേസൺ ജോസഫ്. വെൽക്കം ടു അനദർ വീഡിയോ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ട് കയറും പൊട്ടിച്ച് റോക്കറ്റ് പോലെ മുകളിലോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർണത്തിൻ്റെ വില. 1,31,160 രൂപ ഒരു പവൻ സ്വർണത്തിന് എന്ന എക്കാലത്തെയും വലിയ റെക്കോർഡ് ഇട്ടത് 2025 ജനുവരി 29 ആയിരുന്നു. ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പവൻ സ്വർണത്തിൻ്റെ വില 1,14,760 കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സ്വർണ്ണ വിലയുടെ ഭാവിയെ പറ്റി ഒരുപാട് പ്രവചനങ്ങൾ, ഊഹാപോഹങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ചില വിദഗ്ധർ പറയുന്നു വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിനുള്ളിൽ സ്വർണത്തിൻ്റെ വില കുത്തനെ ഇടിയും. ഒരു പവന് 60,000 എന്ന അവസ്ഥയിലേക്ക്, ഒരുപക്ഷെ അതിലും താഴേക്ക്. ഇനി മറ്റു ചില വിദഗ്ധർ പറയുന്നു സ്വർണ്ണവില ഇടിയൊന്നുമില്ല, അത് വീണ്ടും കുതിച്ച് കയറുക തന്നെ ചെയ്യും. 2027 ആവുമ്പോഴത്തേനും ഒരു പവന് 1,80,000 രൂപ എന്ന അവസ്ഥയിലേക്ക് എത്തും, ഒരുപക്ഷെ അതിനും മുകളിലോട്ട് കുതിക്കും എന്നൊക്കെ. ഏതായാലും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ആളുകൾ ഒരുപാട് കൺഫ്യൂഷനിലാണ്, പരിഭ്രാന്തിയിലാണ്. ആരാണ് അവര്? 2 വിഭാഗക്കാരാകട്ടോ. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സ്വർണം കൈവശം വെച്ചിരിക്കുന്നവർ, സ്വർണം ആഭരണങ്ങളായിട്ട് അല്ലെങ്കിൽ കോയിനായിട്ട് അല്ലെങ്കിൽ ബാറുകളായിട്ടൊക്കെ ഇങ്ങനെ കൈവശം വെച്ചിരിക്കുന്നവർ. അതുപോലെ തന്നെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്, ഗോൾഡ് ETF ഇവയിലൊക്കെ നിക്ഷേപിച്ചിരിക്കുന്ന ആൾക്കാർ. ഇവർ വലിയ കൺഫ്യൂഷനില്ല, വിൽക്കണോ ഇപ്പോൾ അതോ ഹോൾഡ് ചെയ്ത് പിടിക്കണോ, അത് അവരുടെ കൺഫ്യൂഷൻ. ഇനി രണ്ടാമത്തെ വിഭാഗം, ഇവർക്ക് ആദ്യത്തെ വിഭാഗത്തിന്റെ അത്രയും വലിയ കൺഫ്യൂഷനോ പരിഭ്രാന്തിയോ ഒന്നുമില്ല, എങ്കിലും മോശമല്ല. ആരാ അവര്? സ്വർണത്തിൽ നിക്ഷേപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വർണം മേടിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുന്നവര്. ഇപ്പൊ വാങ്ങണോ അതോ വില കുറെ ഇടിഞ്ഞിട്ട് വാങ്ങണോ? ഇനി ഇടിയാൻ വേണ്ടി നോക്കിയിരുന്നു കഴിഞ്ഞാൽ റോക്കറ്റ് പോലെ മുകളിലോട്ട് പോകുമോ? വീണ്ടും അവിടെ കൺഫ്യൂഷൻ. അപ്പോൾ ഒരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾ ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണെന്ന് ആലോചിച്ച് നോക്കുക, എന്നിട്ട് അതൊന്ന് കമന്റ് ചെയ്യുക. ഇനി ഒരു വിഭാഗത്തിലും പെടുന്ന ആളല്ല നിങ്ങളെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് നോ എന്ന് കമന്റ് ചെയ്യുക. ഏതായാലും കമന്റ് ബോക്സിലേക്ക് പെട്ടെന്ന് പൊക്കോട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പരിശോധിക്കുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്: സ്വർണത്തിന്റെ വിലയുടെ ഭാവി യഥാർത്ഥത്തിൽ എങ്ങനെ ആയിരിക്കാം. രണ്ടാമത്തെ കാര്യം ഇതാണ്: സ്വർണം കൈവശമുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? വിൽക്കണോ അതോ ഹോൾഡ് ചെയ്ത് പിടിക്കണോ? മൂന്നാമത്തെ കാര്യം ഇതാണ്: സ്വർണത്തിൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബുദ്ധിയാണോ? സ്വർണം ഇനി വാങ്ങണോ? അപ്പോൾ ഈ കാര്യങ്ങൾ ഏറ്റവും വ്യക്തമായി, ഏറ്റവും സിമ്പിളായി മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ ഈ സ്വർണത്തിന്റെ വില ഇനി മുകളിലോട്ട് കുതിക്കുമെന്ന് പറയുന്ന ആൾക്കാർ അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ ഇവയാണ്. പല രാജ്യങ്ങളുടെയും സെൻട്രൽ ബാങ്ക് വ്യാപകമായിട്ട് ഗോൾഡ് മേടിച്ചു കൂട്ടുന്നുണ്ടത്രേ. ഉദാഹരണം ചൈന. ഇങ്ങനെ മേടിച്ചു കൂട്ടുമ്പോൾ സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് മാർക്കറ്റിൽ സ്വർണത്തിന്റെ സപ്ലൈ കുറയും. ഒരു ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ വില വർദ്ധിക്കും. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഒരു ഫിയേഴ്സ് ആൻഡ് അൺസർട്ടൈനിറ്റി ലോകത്തെമ്പാടുമായിട്ട് നിലവിലുണ്ട്. വളരെ വലിയ യുദ്ധങ്ങൾ വരാൻ വേണ്ടി പോകുന്നു എന്ന ഒരു ഭീതി. മറ്റൊരു ഭീതി എന്താണെന്നറിയാവോ? വലിയ എക്കണോമിക് ക്രൈസിസ് വരാൻ വേണ്ടി പോകുന്നു, ഡെപ്റ്റ് ഭയങ്കരമായിട്ട് വർദ്ധിക്കാൻ പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വന്നു കഴിയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റും ഡെപ്റ്റ് മാർക്കറ്റും ഒക്കെ അപ്രസക്തമാവുകയും ഏറ്റവും സേഫായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഗോൾഡ് പരിഗണിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഗോൾഡിന്റെ വില മുകളിലോട്ട് വീണ്ടും റോക്കറ്റ് പോലെ കുതിക്കും എന്നുള്ള കാഴ്ചപ്പാട്. ലോകത്തെ ചില വലിയ ബാങ്കുകൾ, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് കമ്പനികൾ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഗോൾഡ്മാൻ സാക്ക് ഒക്കെ പോലെയുള്ള ബാങ്കുകൾ, അവർ മാത്രമല്ല കേട്ടോ, വേറെ പലരും ഉണ്ട്. അവരൊക്കെ സ്വർണ്ണവില ഇനിയും മുകളിലോട്ട് പോകും എന്നാണ് പ്രവചിക്കുന്നത്. ഇടിവിനെ പറ്റിയല്ല, കറക്ഷനോടുകൂടി സ്വർണ്ണവില മുകളിലോട്ട് കുതിക്കുക തന്നെ ചെയ്യും എന്ന് പ്രവചിക്കുന്നു. മാർക്കറ്റിലെ വലിയ പ്ലെയേഴ്സ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇവര് സ്വർണ്ണവിലയുടെ കാര്യത്തിൽ എന്താണ്? വളരെ കോൺഫിഡൻ്റ് ആണ്. ഗോൾഡ് സേഫ് ആയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഇവര് കാണുന്നത്. ഗോൾഡ് ഇവർ വാങ്ങി കൂട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സ്വർണ്ണവില കൂടുമെന്ന പ്രതീക്ഷ ഇവർക്ക് ഉള്ളത് കൊണ്ട് ഇവർ ഗോൾഡ് മേടിച്ചു കൂട്ടുന്നു. അപ്പോൾ ഗോൾഡിന്റെ ഡിമാൻഡ് കൂടുന്നു, മാർക്കറ്റിൽ സപ്ലൈ കുറയുന്നു. അപ്പോൾ സ്വാഭാവികമായും സ്വർണത്തിന്റെ വില കൂടും എന്നുള്ള കാഴ്ചപ്പാട്. ഇനി സ്വർണ്ണവില ഇടിയും എന്ന് പറയുന്നവര്, അതിനു പിന്നിലും ഒരുപാട് കാരണങ്ങളുണ്ട്, എങ്കിലും വളരെ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ ഇവയാണ്. സ്വാഭാവികമായിട്ടും സ്വർണത്തിന്റെ വില കുറെ കൂടിക്കഴിയുമ്പോൾ ഒരുപാട് ആളുകൾ സ്വർണം വിൽക്കും.
അപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിലുണ്ടാകും, വിറ്റ് ലാഭം എടുക്കുക. അങ്ങനെ ലാഭം എടുക്കുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും വില അല്പം കുറയും. ഡോളർ ശക്തി പ്രാപിക്കുന്നു, അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു ലോകത്താകമാനം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആളുകൾ കൂടുതലായിട്ടും സ്വർണം എന്ന ഇൻവെസ്റ്റ്മെന്റ് ഒഴിവാക്കി ഡെപ്റ്റ് മാർക്കറ്റിലും സ്റ്റോക്ക് മാർക്കറ്റിലും ഒക്കെ വളരെ കോൺഫിഡൻറ്റോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആരംഭിക്കുക. അപ്പം ഗോൾഡിന്റെ ഡിമാൻഡ് എന്താണ്, കുറയും. ഗോൾഡ് ഒരു അസറ്റാണ്, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആണെങ്കിലും അതൊരു ഇൻകം ജനറേറ്റിംഗ് അസറ്റ് അല്ല. എന്ന് പറഞ്ഞാൽ ഗോൾഡിൽ നിക്ഷേപിച്ചാൽ നമുക്ക് പലിശ കിട്ടുമോ? ഇല്ലല്ലോ. ഗോൾഡ് വിറ്റ് ലാഭം എടുക്കാന്നല്ലേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, കടപ്പത്രങ്ങളിലും സ്റ്റോക്കിലും ഒക്കെ നിക്ഷേപിക്കുമ്പോൾ എന്താണ്, ഇൻകം കിട്ടുന്നുണ്ട്. ആ ഒരു സാഹചര്യം ഇവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് ഗോൾഡിനേക്കാൾ മികച്ചത് സ്റ്റോക്കും ഡെപ്റ്റും ഒക്കെയാണ് എന്നൊരു ധാരണ വരാനുള്ള സാധ്യത എപ്പോൾ, ഡോളർ ശക്തി പ്രാപിക്കുമ്പോൾ, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ. ജ്വല്ലറി ആയിട്ട് ഗോൾഡ് ഉപയോഗിക്കുന്ന ഒരു പ്രവണത കുറഞ്ഞു വരുന്നു. അതങ്ങനെ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്താണ്, ഗോൾഡിന്റെ ഡിമാൻഡ് കുറയും. അപ്പോൾ എന്താണ്, വില ഇടിഞ്ഞേക്കാം. ഇനി നമുക്ക് ഇതിലെയൊക്കെ യാഥാർത്ഥ്യം എന്താന്ന് നോക്കാം കേട്ടോ. 2025 ഡിസംബർ 31 ഒരു പവൻ സ്വർണത്തിന്റെ വില എത്രയായിരുന്നു? 98,920. ഒരു 45 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ 1980 ഡിസംബർ 31 സ്വർണത്തിന്റെ വില ഒരു പവന് വെറും 1064 ആയിരുന്നു. 45 വർഷം കൊണ്ട് എത്ര പെർസെന്റേജ് കൂടിയെന്നൊന്ന് കണക്ക് കൂട്ടി നോക്കിക്കേ. കിട്ടുന്ന ആൻസർ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. ഇനി 1980 മുതൽ ഈ 2025 വരെയുള്ള ഓരോ 5 വർഷത്തിലും സ്വർണത്തിന്റെ വില കൂടുന്ന പ്രവണതയാണോ കുറയുന്ന പ്രവണതയാണോ ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും വ്യക്തമായിട്ടുള്ള ചാർട്ട്. ഓരോ 5 വർഷം കൂടുമ്പോൾ നോക്കിയാലും എന്താണ്, സ്വർണ്ണവില കൂടിയാണ് വരുന്നത്. ഇടയ്ക്ക് എവിടെയോ ഒരു സ്ഥലത്ത് മാത്രമാണ് ഒരല്പം കുറവ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം ഒരു ലോങ് ടൈം ആയിട്ട് പരിഗണിച്ച് കഴിഞ്ഞാൽ, വലിയ ലോങ് ടൈം അല്ല കേട്ടോ, സ്വർണ്ണവില അവിടെ എന്താ ചെയ്തിരിക്കുന്നത്, കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പാസ്റ്റ് ഡാറ്റയിൽ 1 കൊല്ലത്തെ അല്ലെങ്കിൽ 2 കൊല്ലത്തെ കണക്കെടുത്ത് നോക്കിയാൽ പലപ്പോഴും സ്വർണ്ണവില ആ സമയത്ത് കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം പാസ്റ്റ് ഡാറ്റയെ പൂർണ്ണമായിട്ട് നമ്പരുത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം. ഇനി നമ്മൾ നേരത്തെ കുറേ കാരണങ്ങൾ പറഞ്ഞില്ലേ, സ്വർണ്ണവില കൂടും എന്ന് പറയുന്നവരുടെ കാരണങ്ങൾ, കുറയും എന്ന് പറയുന്നവരുടെ കാരണങ്ങൾ. ഈ കാരണങ്ങളെല്ലാം കഴിഞ്ഞ ഈ 45 വർഷവും ആക്റ്റീവായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും സ്വർണത്തിന്റെ വില എങ്ങനെയായിരുന്നു, ലോങ് ടൈമിൽ മുകളിലേക്ക് തന്നെ ആയിരുന്നു. ഇനിയും സ്വർണത്തിന്റെ വില ലോങ് ടൈമിൽ മുകളിലോട്ട് തന്നെ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞ ഈ 8-10 മാസങ്ങൾക്കിടയിലുണ്ടായ റോക്കറ്റ് പോലെയുള്ള കുതിപ്പ് ഉണ്ടാകും എന്നല്ല, മറിച്ച് ലോങ് ടൈമിൽ ന്യായമായിട്ടുള്ള ഒരു റിട്ടേൺ സ്വർണത്തിൽ നിന്ന് ലഭിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. പക്ഷേ കറക്ഷനുകൾ ഉണ്ടായേക്കാം, ഷോർട്ട് ടൈമിൽ സ്വർണത്തിന്റെ വില ഇടിഞ്ഞേക്കാം, എങ്കിലും ലോങ് ടൈമിൽ മെച്ചമായിരിക്കും. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, സ്വർണം കൈവശമുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, വിൽക്കണോ അതോ ഹോൾഡ് ചെയ്യണോ? നിങ്ങൾ സ്വർണം മേടിച്ച് വെച്ചത് അല്ലെങ്കിൽ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് എങ്കിൽ, വീട് വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, അങ്ങനെ എന്തെങ്കിലും ഒരു ഗോളിന് വേണ്ടിയിട്ടാണ് എങ്കിൽ, ആ ഗോൾ അടുത്തെത്തിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗോൾഡ് വിൽക്കാം, ഇൻവെസ്റ്റ്മെന്റ് പിൻവലിക്കാം, ക്യാഷ് ആക്കി മാറ്റാം. അങ്ങനെയല്ല, നിങ്ങളുടെ ആ ഒരു ഗോൾ അടുത്തെങ്ങും ഇല്ല, കുറേയും കൂടെ മുകളിലാണ്, ഒരു ലോങ് ടൈമിന് ശേഷമാണ് എങ്കിൽ എന്ത് ചെയ്യുക, ഗോൾഡ് ഹോൾഡ് ചെയ്യുക. വില ഇടിഞ്ഞു പോകുമോ എന്ന ഒരു പേടി മൂലം സ്വർണം വിറ്റ് ഒഴിവാക്കേണ്ടതില്ല, മറിച്ച് അത് വിൽക്കേണ്ട ആവശ്യമുണ്ട് എങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അത് പിൻവലിക്കുക, വിൽക്കുക, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുക. ഇനി സ്വർണം വാങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരോട് പറയാൻ വേണ്ടിയുള്ള കാര്യം ഇതാണ്, ലംസമായിട്ട് സ്വർണം വാങ്ങരുത്, ഒറ്റയടിക്ക് സ്വർണം വാങ്ങരുത്. പിന്നെ എന്ത് ചെയ്യണം, SIP രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുക. ഒരിക്കലും നിങ്ങൾ ഗോൾഡ് ഓർണമെന്റ്സ് വാങ്ങാതിരിക്കുക, ഗോൾഡ് കോയിൻ വാങ്ങാതിരിക്കുക, ഗോൾഡ് ബാറുകൾ വാങ്ങാതിരിക്കുക. പിന്നെ എന്ത് ചെയ്യണം, ഗോൾഡ് ETFകളിൽ അല്ലെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതും ലംസമായിട്ട് ചെയ്യരുത്. പിന്നെ എങ്ങനെയാണ്, SIP രീതിയിൽ കുറേശ്ശെയായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. മറ്റൊരു കാര്യം കൂടെ പറയാം കേട്ടോ, നിങ്ങളുടെ മൊത്തം ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു 15%-നും 20%-നും ഇടയിൽ മാത്രമേ എന്തുണ്ടാകാൻ വേണ്ടി പാടുള്ളൂ, ഗോൾഡ് ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.